തിരികെ വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് പാറമേക്കാവലമ്മയുടെ തിടമ്പേറ്റുന്ന തൃക്കടവൂർ ശിവരാജുവിന് വടക്കുനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് സ്വീകരണം നൽകി. ഉത്സവ കേരളത്തിന്റെ ഹൃദയത്തിലാണ് തൃക്കടവൂർ ശിവരാജുവിന് സ്ഥാനമെന്ന് പൂരപ്രേമികൾ. പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്ന കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്നും അവർ പറയുന്നു. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റാൻ വേണ്ടി കൊല്ലത്ത് നിന്നും തൃക്കടവൂർ ശിവരാജു എത്തിയിരിക്കുകയാണ്. വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ശിവരാജിന് നൽകുന്നു. അതായത് ഉത്സവ കേരളത്തിൻ്റെ കിരീടം വെക്കാത്ത ഗജരാജൻ തൃക്കടവൂർ ശിവരാജു ഇതാ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. ഔപചാരികമായിട്ടുള്ള സ്വീകരണം, പ്രൗഢഗംഭീരമായിട്ടുള്ള സ്വീകരണം ഈ തൃക്കടവൂർ ശിവരാജുവിന് നൽകുകയാണ്. ചേട്ടാ, ശിവരാജു വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോണത്. തെക്കിൻ്റെ തേവരെന്ന് പറയുന്ന തൃക്കടവൂർ ശിവരാജു പാറമേക്കാവിലമ്മയുടെ കോലം കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താണ് ആദ്യമായിട്ട്. അപ്പോൾ വലിയൊരു ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം അവിടുന്ന് യാത്ര തിരിക്കുന്നത് തന്നെ വലിയൊരു യാത്രയപ്പ് ശിവരാജുവിന് വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് നൽകിയിരുന്നു. എന്തായാലും ആ ഒരു എത്രത്തോളം, അതായത് കൊല്ലത്ത് നിന്നുള്ള യാത്രയപ്പ് തന്നെ വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള യാത്രയപ്പാണ് ആ ക്ഷേത്രത്തിൽ നിന്നുണ്ടായിരുന്നത്. അതേപോലെ ഒരു സ്വീകരണം തൃശ്ശൂർ നൽകുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ ശിവരാജുവിനെ 3-4 കൊല്ലം ഇങ്ങനെ ആലോചിക്കണമായിരുന്നു വിളിക്കാൻ. പക്ഷേ ഗുരുവായൂർ നന്ദനുള്ള കാരണം നമുക്കതിന് സാധിക്കാറില്ല. ഇവിടെ തൃശ്ശൂരുള്ള ഗുരുവായൂരപ്പൻ്റെ ആനയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിന് ശ്രമിക്കാറില്ല. അവരുടെ ഒരു മോഹമായിരുന്നു കുറേ കാലത്തെ. 2010 മുമ്പ് ശിവരാജു തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷേ കോലം വെച്ചാനയുടെ വലത്ത് ഭാഗത്താണ് നിന്നത്. ഇപ്പോൾ ഒരു എഴുന്നള്ളിപ്പാനായിട്ട് പ്രധാന പൂരത്തിന് എഴുന്നള്ളിക്കാനായിട്ട് വരികയാണ്. മാത്രമല്ല, അന്നുള്ള ആനകളെക്കാൾ അനേകം ആനകൾ പോയി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആനകളുടെ എണ്ണത്തിലും വണ്ണത്തിലും വളരെ കുറവുണ്ടായി. അപ്പോൾ അതിലൊരു സ്റ്റാർ തന്നെയാണ് ശിവരാജു ഇപ്പോൾ. അതായത് തെക്കൻ കേരളത്തിൻ്റെ ആനപ്രേമികൾ ഹൃദയത്തിലാണ് ശിവരാജുവിന് സ്ഥാനം. തെക്കൻ ഹൃദയത്തിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആനപ്രേമികളുടെയും ഹൃദയത്തിൽ സ്ഥാനമുള്ള ആനയാണ് ശിവരാജു ഇപ്പോൾ. ഇനിയും പാറമേക്കാവിലമ്മയുടെ തിടം പറ്റിക്കൊണ്ട് ശിവരാജു വടക്കുന്നാഥിലേക്ക് എത്തും അല്ലേ? വടക്കുന്നാഥിലേക്ക് തീർച്ചയായിട്ടും കുടത്തിനും മെരിഞ്ഞിത്ര മേളത്തിനും ഒക്കെ ശിവരാജു ആയിരിക്കും. നാളത്തെ സ്റ്റാറും അല്ലെങ്കിൽ നാളത്തെ നായകനും ശിവരാജു തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ പൂരപ്രേമികളെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. എത്ര ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ശിവരാജുവിനെ കാണാൻ മാത്രമായിട്ട് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും വലിയൊരു ആവേശത്തിൽ, അതായത് പാറമേക്കാവിലമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് തൃക്കടവൂർ ശിവരാജു ആ ഒരു വടക്കുന്നാഥനിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ വേണ്ടി പൂരപ്രേമികളെല്ലാം കാത്തിരിക്കുകയാണ്. കാരണം ആ ഒരു തെക്കൻ കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ്, അല്ലെ തെക്കൻ കേരളത്തിൻ്റെ ഉത്സവ കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ് തൃക്കടവൂർ ശിവരാജു. ഇതാ തൃക്കടവൂർ ശിവരാജുവിന് വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച്, വടക്കുന്നാഥൻ്റെ ക്ഷേത്ര നടയിൽ വെച്ച് ഇത് ഔപചാരികമായിട്ടുള്ള സ്വീകരണം നൽകുകയാണ് വലിയൊരു ആവേശത്തിൽ. അതായത് പൂരം എത്രത്തോളം ആവേശമാണോ അത്രത്തോളം ആവേശത്തിൽ തന്നെ ആ തൃക്കടവൂർ ശിവരാജുവിനും ആ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഇവിടെ നൽകുന്നു. കൊല്ലത്ത് നിന്നുള്ള യാത്രയപ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം വടക്കുന്നാഥൻ്റെ മണ്ണിൽ നൽകുകയാണ്. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.